രാവിലെ വർക്കിന് വന്നു കേട്ടോ സൈറ്റിൽ. അന്നേരം നല്ല അടിപൊളി ഒരു കോള് വന്നു. ഫിനാൻസ് ഇങ്ങോട്ട് വേണോന്ന് ചോദിച്ചോണ്ടാ വിളിച്ചേക്കുന്നത്. വിളിച്ചത് ബജാജ് ഫിനാൻസിൽ. ആ കോൾ റെക്കോർഡ് നിങ്ങൾ കേട്ടിട്ട് നമുക്ക് വരാം. ഇതിന്റെ EMI വരുന്നത് 1900. ഇതിന്റെ മന്ത്ലി ഇൻട്രസ്റ്റ് വരുന്നത് 2.91% ആണ്. സർ കേൾക്കുന്നുണ്ടോ സർ? ഒന്നുകൂടെ പറഞ്ഞേ. സാറിന് ലഭിച്ചിട്ടുള്ള ഓഫർ എമൗണ്ട് 40,000 രൂപയാണ്. ഇതിന്റെ കാലാവധി 39 മാസം. ഇതിന്റെ EMI വരുന്നത് 1900. 1900. ഇതിന്റെ മന്ത്ലി ഇൻട്രസ്റ്റ് വരുന്നത് 2.91% ആണ്. അതുപോലെ തന്നെ എല്ലാ മാസം 2-ാം തീയതി ആയിരിക്കും EMI അക്കൗണ്ടിൽ നിന്ന് ഡിഡക്ട് ആവുന്നത്. 40,000 രൂപ നമുക്ക് വരുന്നത് കിട്ടുന്നത്. അതെ സർ. തിരിച്ചടക്കേണ്ട തുക എത്രയാ? ഒരു മിനിറ്റ് സർ, ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തോട്ടെ. ഹലോ സർ. സർ പലിശ എല്ലാം കൂട്ടി നോക്കുമ്പോൾ സാറിന് 74,000 കാണിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, പറഞ്ഞോളൂ. നിങ്ങൾക്ക് ഈ പരിപാടി ഇട്ടിട്ട് വല്ല ബ്ലേഡും എടുത്തിട്ട് ആരെങ്കിലും കഴുത്തറുത്ത് കൊല്ലാൻ പോയിക്കൂടായോ? 40,000 കണക്ക് വന്നിട്ട് അതിന് ഇരട്ടി പൈസ നിങ്ങൾ മേടിക്കാൻ എന്ത് പരിപാടിയാണ്? അവിടുന്ന് വന്നിട്ട് ഡെയിലി എന്റെ കൂടെ വാ, ഞാൻ 1000 രൂപ ശമ്പളം തരാം. വാ. അതെ സർ, പലിശ കൂട്ടി നോക്കുമ്പോൾ സാർ അധികം കാണിക്കുന്നത് സർ. അതുകൊണ്ടാണ് കാണിക്കുന്നത്. നിങ്ങൾ ഇങ്ങനെ ആൾക്കാരെ കൊല്ലാൻ വേണ്ടി അവിടെ കുത്തിയിരുന്നു കഴിഞ്ഞാലേ സാധാരണക്കാർ എങ്ങനെ ജീവിക്കുന്നത്? 40,000 രൂപ വന്നിട്ട് അതിന് ഇരട്ടി പൈസ 80,000 രൂപ അല്ലയോ? സാറിന് താല്പര്യമുണ്ടോ? താല്പര്യം ഉണ്ടോന്ന് ചോദിച്ചാൽ ഇങ്ങനെ കൊല്ലാൻ വേണ്ടിയല്ലേ വിളിക്കുന്നത് നിങ്ങള്? അത്രയും പറഞ്ഞപ്പോഴത്തേക്കിന് ഫോൺ കട്ട് ചെയ്തുകൊണ്ട് അവർ പോയി കേട്ടോ. കൂട്ടുകാരോട് എനിക്ക് പറയാനുള്ളത്, പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇങ്ങനെയുള്ള കെണികളിൽ പോയി തല വെക്കരുത് കേട്ടോ. ഡാൻസുകാരോട് എനിക്ക് പറയാനുള്ളത്, ഇതിലും നല്ലത് വടിവാളും എടുത്തുകൊണ്ട് തെരുവിലേക്ക് ഇറങ്ങ്. ഇതിലും നല്ലത് അതാ കേട്ടോ.